അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അലക്കാൻ പോയ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ കാണുന്നില്ല. അനിയൻ്റെ ഭാര്യ സജ്ന ശരിക്കും ഞെട്ടി. റബ്ബേ, ഒരുപാട് അലക്കാനുള്ളതുമായിട്ട് പോയതാണ്. വീട്ടിലുള്ള എല്ലാവരുടേതും കുത്തിനിറച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാൻ ഒരിക്കലും പാടില്ലായിരുന്നു. എന്നാലും സമയം ഇത്രയായിട്ടും കാണുന്നില്ലല്ലോ റബ്ബേ. അവൾ ആ തോട്ടത്തിലൂടെ നോക്കി. അതെ, അതുവഴി പോയാലാണ് ആ കുളത്തിലേക്ക് എത്തുക. അവിടെ അല്പം അകലെ ഒരു കുളമുണ്ട്. അതിലേക്കാണ് അവൾ അലക്കുവാൻ വേണ്ടി പോയിട്ടുള്ളത്. പക്ഷെ ഇതുവരെ കാണുന്നില്ല. അടുക്കളയിൽ പാചകത്തിലായിരുന്ന സജിനയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ കുളത്തിലേക്ക് പോകുന്ന വഴിയിലേക്ക് നീണ്ടുകൊണ്ടേയിരുന്നു. ഇത്ത വരുന്നുണ്ടോ? ഇല്ലല്ലോ, വരുന്ന് കാണാനില്ലല്ലോ. ഇതിപ്പോൾ എന്ത് സംഭവം? അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ നിന്ന് മാറാൻ പോലും പറഞ്ഞു. കാരണം അപ്പോഴേക്കും ഉമ്മ വേറൊരു പണിയും കൊടുത്തു. വല്ലാത്തൊരു പുതുമ തന്നെയാണ്. ഈ ഒരു സമയത്ത് റെസ്റ്റ് അനിവാര്യമല്ലേ? എന്നാൽ അപ്പോഴേക്കും തള്ള വേറെ പണി കൊണ്ട് വന്നിരിക്കുന്നു. ഈ തള്ള ചെയ്യുന്നത് അനുഭവിക്കാതിരിക്കുമോ? ഈ ഒരു അവസ്ഥ, പീരീഡ്സിൻ്റെ ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരു പെണ്ണും വളരെയധികം ബുദ്ധിമുട്ടാകുന്ന സമയമാണിത്. ഈ സമയത്തെങ്കിലും കുറച്ച് റെസ്റ്റ് കൊടുക്കണ്ടേ? ഇത് തള്ളയും മോനും കണക്കാണ്. ഭർത്താവ് എന്നുള്ളൊരു പേരേ ഉള്ളൂ. എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ? വല്ലാത്തൊരു പുതുമ തന്നെ. ശരിക്കും സജിന വീണ്ടും അതാ അപ്പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ടും ഷാക്കിറയെ കാണാതെ വന്നപ്പോൾ അവൾക്ക് സമാധാനമില്ലാതെ വന്നു. ഇല്ല, എത്രയോ അലക്കി വരേണ്ട സമയം ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യും, ഇതുവരെ വന്നിട്ടില്ല. എങ്ങോട്ടായിരിക്കും റബ്ബേ ഇവള് പോയത്? ഇത്ര സമയമായിട്ട് ഇപ്പോഴും അലക്കി കഴിഞ്ഞില്ലേ? സമാധാനമില്ലല്ലോ റബ്ബേ. എന്നാൽ അതാ അവൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടും ഷാക്കിറെ കാണാത്തത് കൊണ്ട് തന്നെ സമാധാനമില്ലാതെ ആരും കാണാതെ കുളത്തിലേക്ക് നടന്നു. കാരണം കണ്ടാൽ ഉമ്മ പറയും, നീ എങ്ങോട്ടാണ് പോകുന്നത്? അത് അവൾക്കുള്ളതന്നെ ഉള്ളൂ, അത് അവളെ കൊണ്ടുപോകും, നീ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ ആരും കാണാതെ അതാ അവൾ ഇറങ്ങുന്നു. സജിന നേരെ ആ കുളപ്പടവിൻ്റെ അരികിലേക്ക് പോയി. കുളപ്പടവിലെത്തി നോക്കിയ സജിന ഷാക്കിറയെ കാണാതെ പേടിയോടെ ചുറ്റുഭാഗത്തും നോക്കി. ഇത്ത, ഷാക്കിറ, ഇത്ത, അവൾ വിളിച്ചുകൊണ്ടിരുന്നു. ഇല്ല. പഠിച്ചോനെ, ഇത് എങ്ങോട്ട് പോയത്? തുണികളിൽ കുറച്ച് കുളത്തിലേക്ക് വീണിട്ടുണ്ട്. സജിന പേടിയോടെ പടവുകൾ ചാടി ഇറങ്ങി കുളത്തിലേക്ക് വീണ്ടും സൂക്ഷിച്ചു നോക്കി. ഒരലർച്ചയായിരുന്നു. പിന്നീട് ഇല്ല, ഇത്ത വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. അവളുടെ ആ കരച്ചിലിൽ ആ തറവാട് മൊത്തം കുലുങ്ങി വിറച്ചു. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കുളത്തിന് നേരെ ഓടി വന്നു. അത് കുളക്കടവിൽ നിന്ന് ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടിരിക്കുന്നു. ആരും അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്നതുപോലെ എല്ലാവരും ചാടി ഓടി അങ്ങോട്ടെത്തി. എന്നാൽ സജിനയുടെ തലയിൽ ഇരുട്ട് കയറി. ഇല്ല, പോയി, ഇത്താത്ത പോയിരിക്കുന്നു. ഇനി ഒരിക്കലും ഇത്താത്ത ജീവിതത്തിലേക്ക് ഉണ്ടാവില്ലല്ലോ എന്നാലോചിച്ച് അവളുടെ ബോധം മറയുന്ന പോലെയായി അവൾക്ക്. അവൾ ആ കുളപ്പടവിൽ തളർച്ചയോടെ മെല്ലെ ഇരുന്നു. കഴിയുന്നില്ല, ഒന്നും പറയാനും മിണ്ടാനും കഴിയുന്നില്ല. അയൽവാസികളും വീട്ടുകാരുമടക്കം എല്ലാവരും ചുറ്റുപുറവും അതാ നിന്നു. ആരൊക്കെയോ മുങ്ങിത്തപ്പി നോക്കുന്നു. അങ്ങനെ അതാ മുങ്ങിത്തപ്പി ഷാക്കിറയെ എടുത്തുകൊണ്ട് ഓടുന്നു. എന്നാൽ ഒരാൾ പറഞ്ഞു, ഭാഗ്യം, മിടുപ്പുണ്ട്. ഏത് ഹാജിയരുടെ മരുമോളാണെന്നാ പറഞ്ഞത് കോയ? അയൽവാസികളിൽ ഒരുവൻ മറ്റൊരുത്തനോട് ചോദിക്കുന്നത് കേട്ടു. അതേ, ആബിദിൻ്റെ ഭാര്യയല്ലേ? ആ, അവളാണ് എന്നാ പറഞ്ഞു കേട്ടത്. ഇതിനല്ലാതെ വേറെ ഏത് മരുമോളെയാണ് കുളത്തിലേക്കൊക്കെ പറഞ്ഞേക്കുക? ഈ ഒരു മരുമോളെ നല്ലോണം കടുപ്പം കാട്ടിൽ കുറച്ച് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞിട്ടിക്കണ്. അല്ലെങ്കിൽ ഈ കുളക്കടവിലേക്കൊക്കെ ഒറ്റയ്ക്ക് വിടാൻ പാടുണ്ടോ? അത് ഇത്രയും അധികം ഡ്രസ്സൊക്കെ അലക്കാനായിട്ട്. ഇതെന്താ വീട്ടുകാരെ മുഴുവൻ ഡ്രസ്സും ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ലാ, വല്ലാത്തൊരു പുതുമന്നെ. ആളുകൾക്കിടയിൽ നിന്ന് പലവിധ ശബ്ദങ്ങൾ, പലവിധ അഭിപ്രായങ്ങൾ കേട്ടു. ഷാക്കിറയെ എടുത്തിരുന്ന ആള് അവളെ അടുക്കളയിൽ തിണ്ണയിൽ നിന്നും കിടത്തി വയറിൽ 2 കൈകൾ കൊണ്ടും അമർത്താൻ തുടങ്ങി. കുടിച്ചു തീർത്ത വെള്ളം വയറ്റിൽ നിന്നും പുറത്തേക്ക് വരുവാൻ തുടങ്ങി. പഠിച്ചോനെ, ഇജെന്തീ കാണിക്കണത്? ഇജിപ്പോൾ ചെയ്യുന്ന ഹറാമല്ലേ? ആമിനുമ്മ അയാളെ നോക്കി ചീറിക്കൊണ്ട് പറഞ്ഞു. ഈ തള്ള ഇതിൻ്റെ അണ്ണാക്കിലോട്ട് ഒരു 10 കുടം വെള്ളമൊഴിച്ച് കൊടുക്കാമായിരുന്നു, കൂട്ടത്തിൽ മൂക്കിലൂടെയും.
അപ്പോൾ അറിയാം വെള്ളം കുടിച്ചാലും മൂക്കിൽ കയറിയാലുള്ള ബുദ്ധിമുട്ട്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ടൊരു മനുഷ്യന്. ഷാക്കിർക്ക് ഫസ്റ്റ് എയ്ഡ് നൽകിക്കൊണ്ടിരിക്കുന്ന അയൽവാസിയായ ഡോക്ടർ ജോൺ ജോസഫ് ഓർത്തു. അതെ, ജോൺ ജോസഫിനോടാണ് അവർ അത് പറഞ്ഞത്. കാരണം അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. അവളുടെ നെഞ്ചത്ത് അമർത്തി കൈവച്ച് അമർത്തുന്നത് കണ്ടുകൊണ്ടും അവളുടെ വായിലൂടെ ശ്വാസം കൊടുക്കുന്നത് കണ്ടുകൊണ്ടുമാണ് അവർ അത് പറഞ്ഞത്. ആയുഷും അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും തൻ്റെ പ്രവൃത്തി അയാൾ തുടർന്നുകൊണ്ടേയിരുന്നു. അത് മൈൻഡ് ചെയ്തില്ല. കാരണം ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. അവസാനം കുറച്ചു നേരത്തിന് ശേഷം അവളൊന്ന് ചുമച്ചുകൊണ്ട് കണ്ണു തുറന്നു. ആ, ഇനി കുഴപ്പമില്ല, ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടേക്കോളും. ജോൺ അങ്ങനെ പറഞ്ഞെങ്കിലും ആയുഷും അതിനെതിർത്ത്. ഓളല്ലേ കണ്ണു തുറന്നിക്കണത്, പിന്നെന്തിനാ വെറുതെ ആ മച്ചിയേയും കൊണ്ടേ കുറേ പൈസ ചിലവാക്കുന്നത്? അല്ലെങ്കിലേ ആബിദിൻ ഹോസ്പിറ്റലിൽ നിന്നും ഇപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ. മാത്രമല്ല ആബിദിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയ്ക്ക് വയറ്റിലുണ്ട്. അവൾ ഷാക്കിറയെ പോലെ മച്ചിയല്ല. ഇനി അവളെ കൊണ്ടോണ്ട, എന്ത് കാര്യത്തിനാണ് കൊണ്ടുപോണത് എന്ന് പറഞ്ഞ് ആയിഷ അമ്മായിമ്മ അത് അവിടെ ഉറക്കെ പറഞ്ഞപ്പോൾ ശരിക്കും അത്ഭുതത്തോടെ മുഖത്തോട് മുഖം നോക്കി. ഇങ്ങനെയുണ്ടാവുമല്ലോ ഈ കാലത്ത് തള്ളാര്. ഇനി അവൾക്കൊന്നും വേണ്ട, ചികിത്സക്ക് പണമൊക്കെ എവിടുന്നാ? ഇനിയിപ്പോൾ എന്താ, അവൾ കണ്ണു തുറന്നില്ലേ? ആയിഷമ്മയുടെ സംസാരം കേട്ട് ഷാക്കിറയോട് സഹതപിക്കാനേ അവർക്കൊക്കെ കഴിയുമായിരുന്നുള്ളൂ. ഇതിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയതിന് എപ്പോഴെങ്കിലും ദൈവം തിരിച്ചടി കൊടുക്കുമായിരിക്കും എന്നവർ കരുതി. കാരണം അത്രക്കും ക്രൂര പീഡനങ്ങളാണ് ആ മരുമകൾക്കെതിരെ ആ അമ്മായിമ്മ ഉന്നയിക്കുന്നത്. എന്നാൽ സജ്ന ഷാക്കിറയുടെ ഡ്രസ്സുകൾ എടുത്തു കൊണ്ടുവന്നു അവളെ കോമൺ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. അതേ, ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞു കുതിർന്ന് നിൽക്കുകയാണ്. ആ സമയം അവിടെ സജിന എത്തിയത് കൊണ്ട് മാത്രമാണ് അവൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ വെള്ളം കുടിച്ച് മരണപ്പെട്ടിരുന്നു. പിന്നെ ആരും കാണാതെ ഡോക്ടർ ജോണിൻ്റെ വീട് ലക്ഷ്യം വെച്ച് നടന്നു. സജിന കാളിംഗ് ബെൽ അടിച്ചു. കാത്തു നിന്നു. ഡോക്ടർ എന്തെങ്കിലും മെഡിസിൻസ് തരുമോ എന്താവോ? അവിടുന്ന് ഒന്നും പറഞ്ഞില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വരെ സമ്മതിച്ചില്ല ഉമ്മ. വല്ലാത്ത സാധനം തന്നെ. ഉണ്ടെങ്കിലൊന്ന് എഴുതി തരുമോ? എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു. ആഹാ, എന്താ മോളെ? ഡോക്ടറെ, ഈ എൻ്റെ ഇത്താത്താക്ക് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും മെഡിസിൻസ് എഴുതി തരുമോ? ഞാൻ വാങ്ങിക്കൊടുത്തോളാം. അതെ, അല്ലെങ്കിലേ ജോൺ ആ വീട്ടിൽ ഒരു മനുഷ്യപ്പറ്റുള്ള ആളെ കണ്ടതുകൊണ്ട് സന്തോഷിച്ചു. ഒന്നും പറയാതെ അകത്തേക്ക് പോയി മെഡിസിൻ എഴുതിയ കുറിപ്പ് എടുത്തുകൊണ്ടുവന്നു. അവൾ ആ കുറിപ്പുമായി വീട്ടിലേക്ക് നടന്നു. തൻ്റെ കുടുസുമുറിയിൽ അസ്വസ്ഥതയോടെ പകുതി ബോധത്തിൽ കഴിഞ്ഞിരുന്ന ഷാക്കിറ തൻ്റെ വീട്ടിലേക്ക് അനിയത്തിമാർ എത്തിയതുപോലും അറിഞ്ഞില്ല. ആബിദിൻ്റെ വീട്ടിലേക്ക് കുടുംബസമേതം വന്ന അനിയത്തിമാർ റീമയും ഫെബിയും ആമിനുമ്മയെ കണ്ടെങ്കിലും അവരുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ തങ്ങളുടെ ഇത്താത്തയെ അടുക്കളയിലും ആ വീടിൻ്റെ താഴത്തെ നിലയിലും എല്ലാം നോക്കി. പക്ഷേ അമ്മായിയും അവരോടും മിണ്ടൂല. നേരെ തിരിച്ചു. അങ്ങനെ സ്വഭാവക്കാരിയാണ്. അതുകൊണ്ടും വല്ലാതെ മൈൻഡ് ചെയ്യാറില്ല. താഴെ ഒന്ന് നോക്കിയിട്ട് കാണാതിരുന്നപ്പോഴേ അവലെ മുകളിലത്തെ ഷാക്കിറയുടെ റൂമിലേക്ക് നടന്നു. താഴെ ആയുഷും അപ്പോൾ മുബശ്ശറിൻ്റെയും ഉപ്പയും ഉമ്മയുമായി സംസാരിക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും വന്ന ആബിദിൻ്റെ അടുത്ത് ബെഡിലിരിക്കുകയാണ് റസിയ. എന്നാൽ അത് അവളുടെ സഹോദരങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവർ പെട്ടെന്ന് വാതിൽ തുറന്നു. അതെ, ഷാക്കിറ ഉണ്ടെന്ന് വിചാരിച്ച് തുറന്നതാണ്. എന്നാൽ അതാ പെട്ടെന്ന് അവരെ കാഴ്ച കണ്ടു. ആബിദും റസിയയും ആ ബെഡിലിരിക്കുന്നു. പെട്ടെന്ന് അവർ ചാടി എണീറ്റു. റീമയും ഫെബിയുമാകട്ടെ ആബിദ് ഈ നേരങ്ങളിൽ ബസ്സിലായിരിക്കും എന്നറിഞ്ഞത് കൊണ്ട് തന്നെ ഷാക്കിറ മാത്രമായിരിക്കും അവിടെ എന്ന് അവളെ നെട്ടിക്കാം എന്ന് കരുതി വന്നതായിരുന്നു. എന്നാൽ റസിയക്ക് ആളെ മനസ്സിലായില്ലെങ്കിലും ആബിദിൻ്റെ തല താഴ്ന്നു. ഇത്താത്ത, ഞങ്ങൾ ഇത്താത്തയുടെ. ഫെബിയുടെ ശബ്ദം വിറച്ചു പോയിരുന്നു. എന്തൊക്കെയോ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പോലെ. പഠിച്ചോനെ, അളിയൻ്റെ കൂടെ മറ്റൊരു പെണ്ണോ? അവർ ശരിക്കും ഞെട്ടിപ്പോവുകയായിരുന്നു. ഇതൊക്കെ എപ്പോ? ഇത് എന്ത് സംഭവിച്ചത്? ഇതുകൊണ്ടായിരിക്കോ ഞാൻ ഇത്രയും നാളം ഇത്താത്താക്ക് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും കിട്ടാതിരുന്നത്? ഇതൊക്കെ എപ്പോൾ നടന്നു? അതെ, ഷാക്കിറയുടെ അനിയത്തിമാർ അതറിഞ്ഞു. അതെ, അളിയൻ്റെ കൂടെ മറ്റൊരു പെണ്ണ് ഇരിക്കുന്നു. അത് പാവം. അതിനുശേഷം എൻ്റെ ഇത്ത ഫോണൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളിവിടെ സന്തോഷത്തോടെ കഴിയുമ്പോൾ ഇത്താത്ത ഇവിടെ. അവർക്കത് ആലോചിക്കാൻ പോലും കഴിഞ്ഞില്ല. റീമ ആബിദിൻ്റെ അടുത്തെത്തി. പറ, ഇതാരാ?
എൻ്റെ ഇത്താത്ത എവിടെ? ആബിദ് ഒന്നും പറയില്ലെന്ന് കണ്ട് അവളുടെ ക്ഷമ നശിച്ചു. അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഇത്ര ശബ്ദത്തോടെ വീണ്ടും ചോദിച്ചു, പറയടാ, ഇത്താത്ത എവിടെ? നിങ്ങൾ എന്താണ് ഇത്താത്തയെ ചെയ്തത്? അവളെവിടെ? നിങ്ങളോട് ആരാ റൂമിൽ ഓടിക്കയറി വരാൻ പറഞ്ഞത്? എൻ്റെ മോനും മരുമോളും കിടക്കുന്ന റൂമിലേക്കേ അനക്കൊന്നും കയറാൻ നാണമില്ലേ? നിങ്ങളുടെ മച്ചി താത്ത താഴെയുണ്ട്. ആയിഷമ്മയുടെ നാവിൽ നിന്നും വീണ്ടും വിഷം തുപ്പി. അതെ, ശരിക്കും അനിയത്തിമാരെ ഞെട്ടിച്ചുകൊണ്ട് ആയിഷമ്മയുടെ വാക്കുകൾ. അതെ, മച്ചിത്താത്ത താഴത്തുണ്ട്. നിങ്ങളെന്താ ഇവിടൊക്കെ ചുറ്റിക്കറങ്ങി നടക്കണേ? നാണല്ലല്ലോ എൻ്റെ മകനും മരുമകളും ഇരിക്കുന്ന റൂമിലേക്ക് എത്തിപ്പാളി നോക്കാൻ വേണ്ടിയിട്ട്. ലക്ഷണം കെട്ട വർഗം. ആ വീട്ടിലെ ഏറ്റവും കുടുസുമറിയിൽ അർദ്ധബോധാവസ്ഥയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ഷാക്കിറയെ കണ്ട് രണ്ട് സഹോദരിമാരുടെയും ഹൃദയം വിങ്ങി. ഒരു വേലക്കാരിയുടെ പരിഗണന പോലും അവൾക്കില്ലെന്ന് മനസ്സിലാക്കിയവർ തമ്മിൽ തമ്മിൽ ധൈര്യത്തിന് എന്ന പോലെ രണ്ടുപേരുടെയും കൈകൾ മുറുക്കി പിടിച്ചു. ഫെബി വേഗം പിന്തിരിഞ്ഞു നടന്നു. അവൾ മുബഷിറിൻ്റെ അടുത്തെത്തി. അതുവരെ ചുറ്റുപുറവും നോക്കിയിരുന്ന മുബഷിറിന് ഫെബിയുടെ മുഖം കണ്ടപ്പോഴേ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി. അവൾക്ക് അവനോട് കാര്യം പറയാൻ സാധിച്ചില്ല. നാവനങ്ങാത്തതുപോലെ. സ്നേഹമുള്ള ഭർത്താക്കന്മാരാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇത്താത്തയുടെ ഭർത്താവ് കുറച്ച് മോശക്കാരനാണ്. ആദ്യം നല്ല സ്നേഹമായിരുന്നു, പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവം പറ്റേ മോശമായിരിക്കുന്നു. ശരിക്കും അതൊക്കെ അവനോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ അവൾ തൻ്റെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ഇവൾക്കിതെന്ത് പറ്റിയെന്നറിയാതെ അവനും കൂടെ പോയി. ഫെബിയെ എല്ലാ കാര്യങ്ങളിലും അവൻ സപ്പോർട്ട് ചെയ്യലുണ്ട്. അവനെന്ന് മാത്രമല്ല, അവൻ്റെ ഉമ്മയും ഉപ്പയും എല്ലാവരും ഒരിക്കലും അവളോട് വേണ്ടാത്ത രീതിയിൽ മോശമായി പെരുമാറിയിട്ടേ ഇല്ല. സ്വന്തം മോള് തന്നെയാണ് അവർക്ക്. അവൾ തിരിച്ചും സ്വന്തം ഉമ്മയും ഉപ്പയായിട്ടാണ് കാണുന്നതും. ഫെബിയുടെ ചലനത്തിലെ മാറ്റങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഉമ്മയും ഉപ്പയും എഴുന്നേറ്റു അവളുടെ പിറകെ നടന്നു. ഷാക്കിറയുടെ കിടത്തം കണ്ട് അവരെല്ലാവരും ഭയന്നു. എന്താ കാര്യം? ഉപ്പ പെട്ടെന്ന് തന്നെ ഷാക്കിറയുടെ ഉപ്പയുടെ അതേ അധികാരത്തോടെ ആയിഷമ്മയുടെ നേരെ നോക്കി. അവളൊന്ന് കുളത്തിൽ വീണതാ, കുറച്ച് വെള്ളം കുടിച്ചു, അല്ല ഒന്നുമില്ല. പഠിച്ചോനും തോന്നിയിട്ടുണ്ടാവും, മച്ചിയായി ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്തവളൊക്കെ ഭൂമിയിൽ തന്നെ നിന്നാലേ എല്ലാം മുടിഞ്ഞു പോകുന്നു. ഷാക്കിറയുടെ ആ അവസ്ഥയിൽ ചലനം നഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്ന റീമയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. അവർ ആയിഷമ്മയുടെ നേർക്ക് തിരിഞ്ഞു. നിങ്ങൾക്കായിരിക്കും അവൾ ഭാരം അല്ലേ? ഒന്ന് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടാകാതെ നിങ്ങളല്ലേ അവളെ മച്ചി എന്ന് മുദ്ര കുത്തിയത്? പിന്നെ എല്ലാവരെയും പഠിച്ചത് പടച്ചോനാണ്. ആയുസ് നിശ്ചയിക്കുന്നതും പടച്ചോൻ തന്നെ. എന്നിട്ട് എങ്ങനെ എല്ലാം ഉപദ്രവിക്കാൻ ഇങ്ങനെയൊക്കെ പറ്റുമോ? അങ്ങനെയല്ല ഉപദ്രവിച്ചിട്ട് നാവിൽ നിന്നും വരുന്ന വർത്തമാനം കണ്ടില്ലേ? അവൾ പറയുന്നത് എന്താണെന്ന് പോലും ഓർമ്മയില്ലാത്ത വിധം ദേഷ്യം കൊണ്ട് വിറച്ചു. ആബിദിൻ്റെ കൂടെ റസിയയെ കണ്ടതും ഷാക്കിറയുടെ കിടത്തവും മാത്രമേ അവളുടെ കണ്ണിൽ തെളിഞ്ഞുള്ളൂ. ഇജിങ്ങനെ ഒച്ചടാനൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. നിൻ്റെ ഇത്താത്ത മച്ചി തന്നെയാണ്. നിൻ്റെ ആബിദ് റസിയെ കെട്ടിയിട്ടൊരു മാസമല്ലായിട്ടുള്ളൂ. അവളുടെ കുളി പോലും തെറ്റിയിരിക്കുക. അപ്പം പറ, അവൾ മച്ചിയല്ലാതെ പിന്നെ ആരാ? അവൻ കെട്ടിയത് കുറച്ച് മുമ്പേ ചെയ്യണമായിരുന്നു. എന്നാലിപ്പോഴേ മറ്റുള്ളവരെ പോലെ അവനും കുഞ്ഞുങ്ങൾ 2 3 ആയേനെ. റസിയ ഗർഭിണിയാണെന്നറിയവേ റീമയുടെ വാ അടഞ്ഞുപോയി. അപ്പോൾ ഇതുവരെ എല്ലാവരും പറഞ്ഞു നടന്നതുപോലെ തന്നെ ഇത്താത്താക്കൊരു കുഞ്ഞിനെ ഗർഭം ചുമക്കുവാനുള്ള കഴിവില്ലേ? ഇനി ഇല്ലെങ്കിലും അതും പടച്ചറബിൻ്റെ തീരുമാനമാകില്ലേ? അതിനെ ഉൾക്കൊള്ളാതെ ഇത്താത്തയെ ഇങ്ങനെ അപമാനിക്കാൻ പാടുണ്ടോ? ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി റീമ ഫെബിയെയും കൂട്ടി ഷാക്കിറയെ പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ച് നടത്താൻ നോക്കി. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അവർ അവളെയും കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. ഞങ്ങൾ ഇത്താത്തയെ കൊണ്ടുപോവാണ്, ആരോടെന്നില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്ന ഫെബി ആബിദിനെ കണ്ട് തറപ്പിച്ചെന്ന് നോക്കി കൊണ്ട് കാറിന് നേരെ നടന്നു. അവളിവിടെ നിന്നും കൊണ്ടുപോയാലേ പിന്നെ അങ്ങോട്ട് അവളെ പറഞ്ഞേക്കാൻ പാടില്ല. ഞങ്ങൾ തീരെ അവൾക്കിനി പഠിച്ചവിട്ടാൻ കഴിയില്ല. ഞാൻ സമ്മതിക്കില്ല. ഭൂമിക്ക് പോലും വേണ്ടാത്തവളെ തലയിലെടുത്ത് വെച്ച് നിങ്ങളുടെ ജീവിതം തന്നെ ദുരിതാക്കണോ എന്ന് ചിന്തിക്ക്. ആയിഷുമ്മ ഫെബിയുടെയും റീമയുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, ഞങ്ങളുടെ ഇത്താത്തയെക്കുറിച്ചാണ് അത്രക്കും മോശമായി അവർ സംസാരിക്കുന്നത്. ദേ ഇവളങ്ങ് പോകും അറിയാലോ. പിന്നെ നിങ്ങളുടെ മോൻ്റെ തലയിലേ ആകെയുള്ള മോനെ ഇങ്ങനെ
ഇവളെപ്പോലുള്ള ഒരാൾക്ക് വേണ്ടി ബുദ്ധിമുട്ടിക്കണോ എന്ന് ചിന്തിക്കേ എന്ന് മുബഷിറിൻ്റെ ഉമ്മയുടെ മുഖത്ത് നോക്കുന്നതോടൊപ്പം റീമയെ ചൂണ്ടിക്കൊണ്ട് ആയുഷമ്മ പറഞ്ഞു. അതെ, ശരിക്കും അവർക്കും ഷാക്കിറ ഭാരമാകുമെന്നാണ് അവർ പറഞ്ഞത്. അതെ, എൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഫെബിക്ക് ഇത്തയെ നോക്കണമെങ്കിൽ എൻ്റെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് ഇന്ന് അത്യാവശ്യം സാലറി ഉള്ള ജോലിയുണ്ട്. അവളുടെ സാലറി അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെലവഴിക്കാനുള്ള ഫ്രീഡവും ഉണ്ട്. അങ്ങനെ എൻ്റെ പേരും പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു തിരിച്ചാലേ തിരിയാൻ നിങ്ങളെപ്പോലെ തരം താഴ്ന്നവരല്ല എൻ്റെ ഉമ്മയും ഉപ്പയും. അതുവരെ മിണ്ടാതിരുന്ന മുബഷിർ പറഞ്ഞു. ശരിക്കും ഐഷുമ്മക്ക് അതൊരു അടിയേറ്റതുപോലെയായി. അവളുടെ ഭർത്താവ് ഇത്രമാത്രം എന്നോട് ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല. ഭാര്യ നല്ല ജോലിക്കാരിയല്ലേ, നല്ല അത്യാവശ്യം സാലറി വാങ്ങുന്ന ആളാണല്ലോ, ആ അഹങ്കാരമാണ് അവൻക്ക്, ഐഷുമ്മ വിചാരിച്ചു. പാതി ബോധത്തിനിടയിലും ഐഷുമ്മയുടെ വാക്കുകൾ ഒരു സ്വപ്നത്തിൽ നിന്ന പോലെ ഷാക്കിറയുടെ ചെവിയിൽ അലയടിച്ചു കൊണ്ടിരുന്നു. പിന്നെ ഒന്നും പറയാതെ ആബിദിനെ ഒന്ന് നോക്കി. ഉമ്മയെ നോക്കണ്ടെന്നോ വാക്ക് കേൾക്കേണ്ടതെന്നോ അല്ല, പക്ഷെ കെട്ടിയ പെണ്ണിനെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിച്ചാൽ നിന്നെയൊക്കെ അതിന് ശിക്ഷ അനുഭവിപ്പിക്കാതെ പഠിച്ചും വിടുമെന്ന് തോന്നുന്നുണ്ടോ? ആ ചോദ്യം ഒരിക്കലും ആബിദ് മുബഷിറിൽ നിന്നും പ്രതീക്ഷിച്ചില്ല. അത് അനിയത്തിൻ്റെ ഭർത്താവാണ് അത് പറഞ്ഞത്. ഒരിക്കലും അവനത് പ്രതീക്ഷിച്ചില്ല. എന്നാൽ അതാ ഷാക്കിറയും കൊണ്ട് അവർ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. ആബിദിൻ്റെ ആ ഒരു ഉപദ്രവത്തിൽ നിന്നും അമ്മായിയമ്മ ഐഷുവിൻ്റെ ആ ഒരു പീഡനത്തിൽ നിന്നും ഷാക്കിറ രക്ഷപ്പെടുകയാണ്. അത് പാതി മയക്കത്തിൽ. അവൾക്ക് ബോധം പൂർണ്ണമായിട്ടും തെളിഞ്ഞിട്ടില്ല. വെള്ളത്തിൽ വെള്ളം കുടിച്ച ഏതു നിമിഷവും താൻ മരണപ്പെട്ടു പോകും എന്നുള്ള ഭയവും അവളുടെ മനസ്സിലുണ്ടായിരുന്നു. ഷാക്കിറയുടെ ജീവിതം ഇനി എന്തായിത്തീരും? അതെ, അവൾ വീട് വിട്ടിറങ്ങി. ഇനി ആബിദിനും അവൻ്റെ രണ്ടാം ഭാര്യ റസിയക്കും സുഖസുന്ദരമായി അവിടെ കഴിയാലോ. എൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ, അവൾ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.